പിണറായി കയറിയപ്പോ തുടങ്ങിയാണ് നമ്മുടെ ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇവിടെ എന്തായാലും വരും, കാരണം അദ്ദേഹം മാത്രമേ നമുക്ക് വേണ്ടി എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അല്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി മാത്രമേ ഉള്ളൂ. UDF തിരിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഭരണത്തോട് താല്പര്യമില്ല, ധാർഷ്ട്യമാണ്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള ശരിക്കും അതിനെ മറക്കാൻ വേണ്ടി അവർ പല പല കേസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം, പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കരുതിയിരിക്കുന്നത് എന്താണ്? ജനങ്ങൾ പൊറുതിമുട്ടിയോ ഈ പിണറായി വിജയൻ ഭരണത്തിൽ? പിണറായി കയറിയപ്പോ തുടങ്ങിയാണ് നമ്മുടെ ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. പെണ്ണുപിടുത്തവും ആണുങ്ങളുടെ പ്രശ്നവും പെണ്ണുങ്ങൾ മരിക്കലി, അവർ ആത്മഹത്യ ചെയ്യലി, ഇതൊക്കെ ഭയങ്കര പ്രശ്നം. പണ്ടുള്ള കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം, അവരുടെ പാർട്ടി, അവര് നന്നാകുക, അവരുടെ കുറച്ച് ആൾക്കാരെ നന്നാക്കുക, കുറച്ച് ആൾക്കാരെ അവരെ മാറ്റി നിർത്തുക. സാധാരണക്കാരും ഇന്നും വേദനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഈ പാർട്ടിക്കാരെ കൊണ്ട് ഒരു ഉപകാരമില്ല. പക്ഷെ എൻ്റെ ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഈ ഭരണം മാറി നല്ലൊരു ഭരണം വന്ന് സാധാരണ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരു നല്ലത് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. UDF തന്നെ വരണം. അവര് വരണമെന്ന് വെച്ചാൽ അവര് വന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഒരു അടുത്ത് ചിന്താഗതിയുള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ ഇപ്പൊ നിലവിൽ ജയിച്ചു നിൽക്കുന്ന ആള് ഒരു UDF ആണ്. മൊത്തത്തിലുള്ള കാര്യം എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെ എന്തായാലും വരും, കാരണം അദ്ദേഹം മാത്രമേ നമുക്ക് വേണ്ടി എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അല്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി മാത്രമേ ഉള്ളൂ. അവിടെ എന്തായാലും വരും എന്നുള്ള ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF തന്നെ അധികാരത്തിൽ വരും എന്നതിൻ്റെ ഒരു മാറ്റൊലികൾ അറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ പ്രചരണത്തിലും മറ്റും കാര്യങ്ങളിലൂടെ. നമുക്കറിയാം, ഇന്ന് ശബരിമലയെ കള്ളസങ്കേതം, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ട് അവര് സ്വർണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെയും കൂട്ടരുടെ ഒരു വീക്കൻസായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ ശബരിമല എന്നല്ല, മറ്റ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിലെയും സ്വർണങ്ങൾ ഇവരടിച്ചു മാറ്റും. നമുക്കറിയാം, പണ്ട് മുതൽ തന്നെ ഈന്തപ്പഴത്തിലും അതുപോലെ ബിരിയാണി ചെമ്പിലും എല്ലാം സ്വർണം കടത്തിയ പിണറായി വിജയന് ശബരിമലയിലെ സ്വർണം കടത്താനൊന്നും ഒരു മടിയും ഉണ്ടാവൂല. അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ പത്മകുമാറും നമ്മുടെ വാസുമെല്ലാം അകത്ത് കിടക്കുന്നത്. കാര്യം അയാളിലേക്ക് എത്തിച്ചേരരുത്, അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തിച്ചേരാതിരിക്കാൻ ഇവരെ ബലിയാടാക്കിക്കൊണ്ട് ഇവരെ അകത്തിട്ടുകൊണ്ട് യഥാർത്ഥ പ്രതി പുറത്തുനിന്ന് ചിരിക്കുകയാണിപ്പോൾ. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് UDFന്റെ പ്രതിനിധികൾ ഇവിടെ ജയിച്ചു വരണം. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. വല്ലാത്ത കഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 56 വയസ്സായിരിക്കായി. എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ഘട്ടം വന്നിട്ടില്ല. 10 വർഷമായിട്ട് ഭരണം മാറണം, വരണം. UDF തിരിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് പിണറായി വിജയന്റെ ഭരണത്തോട് താല്പര്യമില്ല, ധാർഷ്ട്യമാണ്. അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി സ്വർണ്ണക്കുള്ള വോട്ടായി മാറുന്നില്ല. ഈ LDF സർക്കാരിൻ്റെ ആ അഹങ്കാരവും ആ ധാർഷ്ട്യവും അത് ഷുവറായിട്ടും ജനങ്ങൾ തിരിച്ചറിയും. UDFന് അടുത്ത ഭരണം UDF വരും. അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും സംസാരം അത് തന്നെയാണ്. സ്വർണ്ണക്കള്ളന്മാർക്ക് വോട്ടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ UDFനായിരിക്കും മുൻതൂക്കം. അതിനെ മറക്കാൻ വേണ്ടി അവർ പല പല കേസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും വെക്കില്ല. ജനം ഇത്തവണ UDFനെ അധികാരത്തിലെത്തിക്കും. ആ സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പറ്റിയുള്ള ഇതൊക്കെ അപ്പൊ ജനങ്ങള് വോട്ടായി തീരും. ജനങ്ങൾ ഇവിടെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിന്റെ ഒരു ഭരണമാറ്റം വരാൻ വേണ്ടി ഇവിടെ ആകെ ഒരു പ്രശ്നത്തിലേക്കാണ്. അത് ഭയങ്കര മാറ്റമായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ UDF ഇവിടെ വിജയം തകർക്കും. എറണാകുളം സൂർ സീറ്റ് കേരളം തിരിച്ചു വരും.